ഇന്ന് റോ എപ്പിസോഡ് ലൈവ് കണ്ട നമ്മളെല്ലാവരും വളരെയധികം ഷോക്കായിട്ടായിരിക്കും ഉള്ളത്. അതായത് റോയുടെ സ്റ്റാർട്ടിങ്ങും റോയുടെ എൻഡിങ്ങും പകുതിക്ക് വെച്ചും എല്ലാം വേറെ ലെവലായിട്ടാണ് കൊണ്ടുപോയത്. അതായത് ഒരു റോ എപ്പിസോഡ് കണ്ട ഫീലല്ല, ഒരു പേപ്പർ വ്യൂ കണ്ട ഫീലാണ് ഇന്ന് റോ എപ്പിസോഡ് കണ്ടപ്പോൾ വന്നത്. WWE റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഷോക്കിംഗ് ആയിട്ട് സെത്ത് റോളൻസ് റിട്ടേൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മളെല്ലാം വിചാരിച്ച് കാണാം സെത്ത് റോളൻസ് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടായിരിക്കാം വന്നിട്ടുള്ളത്, അതായത് CM പങ്ക് ഇടയ്ക്ക് വരുന്നത് പോലെ. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. സെത്ത് റോളൻസ് വന്നതിന് ശേഷം തൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ടാണ് താൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നും തൻ്റെ ചാമ്പ്യൻഷിപ്പ് തനിക്ക് തന്നെ കിട്ടണമെന്നും റസൽമേനിയയിൽ ഡാമിൻ പ്രീസ്റ്റ് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യനായതൊന്നുമല്ല ബെസ്റ്റ്, അതിനേക്കാൾ മുൻപ് ഡാമിൻ പ്രീസ്റ്റിനേക്കാൾ അല്ലെങ്കിൽ എല്ലാവരേക്കാൾ മുകളിൽ താനാണ് എപ്പോഴും ഉള്ളത് എന്നും പിന്നെ ഡാമിൻ പ്രീസ്റ്റ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഡേ പറയുന്നത് പോലെ റോ എപ്പിസോഡ് റൺ ചെയ്യുന്നത് ഇവരല്ല, ശരിക്കും റോ എപ്പിസോഡ് ഒരു ടീം ഫുള്ളായിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷീൽഡാണ്. അത് എന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഷീൽഡിനെ വെട്ടിക്കാനായിട്ട് ആരും വന്നിട്ടില്ല എന്നും പിന്നീട് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് അവിടെ വന്നുകൊണ്ട് നീ ഇപ്പോൾ വന്നിട്ടുള്ളത് നിന്റെ മണി ഇൻ ദി ബാങ്ക് ക്യാഷിംഗ് പുകഴ്ത്തി പറയാനാണോ അല്ലെങ്കിൽ നിന്റെ ഷീൽഡ് ടീമിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണോ? അതിനൊന്നുമല്ലല്ലോ, നീ വന്നിട്ടുള്ളത് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ടല്ലേ. ആ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ഞാൻ നിനക്ക് മണി ഇൻ ദി ബാങ്കിൽ തരാം, എൻ്റെ ചാലഞ്ച് നീ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മണി ഇൻ ദി ബാങ്കിൽ മാച്ച് വെക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് സെത്ത് റോളൻസും ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് മണി ഇൻ ദി ബാങ്കിൽ തൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് തിരിച്ചു പിടിക്കും ഈ ഒരു ലെവലിലെല്ലാം കൊണ്ടുപോയിട്ട് ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സെഗ്മെൻറ്റ് മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത്. അതും സെത്ത് റോളൻസിൻ്റെ റിട്ടേണിനെ പറ്റി റൂമറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെയധികം സർപ്രൈസ് ആയിട്ടാണ് സെത്ത് റോളൻസ് ഇന്ന് റോ എപ്പിസോഡിൽ വന്ന് മണി ഇൻ ദി ബാങ്കിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തത്. അപ്പോൾ സെത്ത് റോളൻസിൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് എല്ലാം വന്നത് ഏകദേശം 8 മാസത്തോളം എടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സെത്ത് റോളൻസ് വന്ന് ചാമ്പ്യൻഷിപ്പ് മാച്ചിനുള്ള അവസരം വാങ്ങിയേക്കാണ്. എന്തായാലും മണി ഇൻ ദി ബാങ്കിൽ തീ പാറാൻ പോവുകയാണ്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ ഇതിനേക്കാൾ കൂടുതൽ ഇവർ പറഞ്ഞിട്ടുണ്ട്, മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ചാറ്റ് കേബിൾ ആൽഫ അക്കാഡമി ഇവർ ആഡം പിയേഴ്സുമായിട്ട് ഒരു സെഗ്മെൻറ്റ് വെച്ചിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് ആൽഫ അക്കാഡമി കാരണമാണ് IC ചാമ്പ്യൻഷിപ്പ് ചാറ്റ് കേബിൾ തോറ്റുപോയത് എന്നും IC ചാമ്പ്യൻഷിപ്പിന് ഒരു അവസരം കൂടി വേണം എന്നൊക്കെയാണ്. എന്നാൽ ആഡം പിയേഴ്സ് മറ്റുള്ളവരെ പോലെ തന്നെ ലൈനിൽ നിൽക്കാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഇന്നൊരു മാച്ച് വേണമെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മാച്ച് കൺഫേം ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ആഡം പിയേഴ്സ് എല്ലാം പോകുന്നുണ്ട്. പിന്നീട് കൺഫേം ചെയ്ത മാച്ച് ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് ചാറ്റ് കേബിൾ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിൻ്റെ അവസാനത്തിൽ ആൽഫ അക്കാഡമി ടീമിനോട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നതായിട്ടെല്ലാം ചാറ്റ് കേബിൾ ഈ മാച്ചിൽ കാണിച്ചിരുന്നു. എന്നാൽ അവരാരും ഹെൽപ്പ് ചെയ്തില്ല. അവസാനം പെട്ടെന്ന് തന്നെ റണ്ണിങ് പവർ സ്ലാം ചെയ്തുകൊണ്ട് ബ്രോൺ സ്ട്രോമൻ ഈ ഒരു മാച്ച് വിൻ ചെയ്തു. വിൻ ചെയ്തതിന് ശേഷം ആൽഫ അക്കാഡമി ടീമിലുള്ള മാക്സി ഡുപ്രിയുമായിട്ടെല്ലാം ചാറ്റ് കേബിൾ പ്രശ്നമുണ്ടാക്കുന്നതായിട്ടും അക്കിറോ ടുസാവനെ പിടിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചു. ഇത് കണ്ട് ദേഷ്യം വന്ന ഓട്ടിസ് ചാറ്റ് കേബിളിനെ തള്ളി മാറ്റി അറ്റാക്ക് ചെയ്തുകൊണ്ട് ആൽഫ അക്കാഡമി ടീം ഉൾപ്പെടെ അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണിച്ചിരുന്നു, ചാറ്റ് കേബിളിനെ റിങ്ങിൽ ഉപേക്ഷിച്ച്. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ആൽഫ അക്കാഡമി ടീമുമായിട്ട് ചാറ്റ് കേബിൾ സംസാരിക്കുമ്പോൾ അവർ മൊത്തത്തിൽ ആൽഫ അക്കാഡമി ടീം അല്ലെങ്കിൽ ചാറ്റ് കേബിളിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നതായിട്ട് ഒരു സെഗ്മെന്റും കാണിച്ചിരുന്നു. അതിനുശേഷം ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് ഫിൻ ബാലർ എല്ലാം സംസാരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഫിൻ ബാലർ പറയുന്നത് സെത്ത് റോളൻസുമായിട്ട് നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയാണ്. അതായത് അതിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സെത്ത് റോളൻസിനെ അറ്റാക്ക് ചെയ്യാം, ഈ ഒരു ടൈപ്പിലാണ് അത് ഉദ്ദേശിച്ചത്. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റ് അതിലൊന്നും ഇടപെടേണ്ട എന്ന ലെവലിൽ ആ ഒരു വിഷയം മാറ്റി പിടിച്ചുകൊണ്ട് ലിവ് മോർഗൻ കൊടുത്ത ആ ഒരു കീയുടെ കാർഡെല്ലാം എവിടെയാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഫിൻ ബാലർ പറയുന്നത് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് താൻ ആ ഒരു കാർഡെല്ലാം അടിച്ചു മാറ്റിയിട്ടുള്ളത് എന്നും അത് വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് മണി ഇൻ ദി ബാങ്ക് ഫിൻ ബാലർ വിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്ലാൻ എന്ന് ഡാമിൻ പ്രീസ്റ്റ് ചോദിക്കുമ്പോൾ ഫിൻ ബാലർ പറയുന്നത് അത് വിൻ ചെയ്താൽ ഞാൻ കോഡി റോഡ്സിൻ്റെ അടുത്ത് പോയി ക്യാഷ് ഇൻ ചെയ്യും എന്നാണ്. പിന്നീട് വുമൺസിന്റെ മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ചാണ് നടന്നത്. ഇത് ട്രിപ്പിൾ ത്രെഡ് മാച്ചായിട്ടാണ് നടന്നത്. സെലീന വേഗ, ഇയോ സ്കൈ, കിയാന ജെയിംസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ചിൻ്റെ അവസാനത്തിൽ 619 എല്ലാം ചെയ്തുകൊണ്ട് സെലീന വേഗ വിൻ ചെയ്യാൻ പോകുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ മാച്ച് അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് വുമൺസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗൻ അവിടെ വന്നുകൊണ്ട് സെലീന വേഗയെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇയോ സ്കൈ കിയാന ജെയിംസിനെ ഒരു മോൺസോൾട്ട് എല്ലാം കൊടുത്ത് ഈ മാച്ചിൽ ഇയോ സ്കൈ ആണ് വിൻ ചെയ്ത് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ആയത്. അതിനുശേഷം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ സാമി സൈൻ്റെ സെഗ്മെന്റ് നടന്നു.
അപ്പോൾ ഈ സെഗ്മെന്റിൽ സാമി സെയിൻ ചാറ്റ് കേബിളിനെ തോൽപ്പിച്ച കാര്യത്തെ പറ്റിയും ചാറ്റ് കേബിൾ ആൽഫ അക്കാഡമി ഇവരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തനിക്ക് അവസാനിച്ചു എന്നും താൻ ഇനി പുതിയ വഴിയിലാണ് പോകുന്നത്, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിന് അടുത്ത ചാലഞ്ചറായിട്ട് ആരൊക്കെയാണ് വരിക, ഈ ഒരു ടൈപ്പിലെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ബ്രോൺ ബ്രേക്കർ വരുന്നതായി. ബ്രോൺ ബ്രേക്കർ അവിടെ വന്നതിന് ശേഷം IC ചാമ്പ്യൻഷിപ്പിനുള്ള അവസരമാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ശേഷം സാമി സെയിനും അത് സമ്മതിച്ചുകൊണ്ട് സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഷെയ്മസ് വരുന്നതായിട്ടും ഷെയ്മസ് വന്നതിന് ശേഷം ബ്രോൺ ബ്രേക്കറിനോട് പോയി ലൈനിൽ നിൽക്കാനായിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോയി ചെയ്യാനായിട്ടെല്ലാം പറയുന്നുണ്ട്. അതായത് ഷെയ്മസിനാണ് IC ചാമ്പ്യൻഷിപ്പ് വേണ്ടത് എന്നും താൻ ഏകദേശം 5 വർഷമായിട്ട് അതിന്റെ പിന്നാലെ ഉണ്ട് എന്നൊക്കെ ഷെയ്മസ് ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം ഷെയ്മസും ബ്രോൺ ബ്രേക്കറും ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സാമി സെയിൻ പറയുന്നത്, ഇതിനൊരു വഴി ഞാൻ ഉണ്ടാക്കാം, ആഡം പിയേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു മാച്ച് വയ്ക്കാം, അത് ഞാൻ ഇപ്പോൾ തന്നെ പോയി ചോദിക്കാം, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. അതോടുകൂടി ഈ സെഗ്മെന്റ് അവസാനിച്ചു. പിന്നീട് ഷെയ്ന ബേസ്ലർ ആൻഡ് സോയി സ്റ്റാർക്ക് ന്യൂ വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസായ ആൽബ ഫയർ ആൻഡ് ഐല ഡോൺ ഇവരുമായി സംസാരിക്കുന്നതായിട്ടും ഇവരോട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് അവസരം ചോദിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ഏത് സമയം വേണമെങ്കിലും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാച്ച് കാർലിറ്റോ ഫോഴ്സസ് ഡ്രാഗൻ ലീ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. ഈ മാച്ചും വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ഡ്രാഗൻ ലീ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഡൊമിനിക് മിസ്റ്റീരിയോയുമായിട്ട് കിസ്സിങ്ങിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സീനിന് വേണ്ടിയിട്ട് ലിവ് മോർഗൻ വരുമ്പോൾ ലിവ് മോർഗനെ സെലീന വേഗ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും പിന്നീട് ജഡ്ജ്മെന്റ് ഡേ ടീമും LW ടീമും ഫൈറ്റ് ചെയ്യും. ഈ അവസരം ഉപയോഗിച്ച് ഡ്രാഗൻ ലീനെ JD മെക്ഡാനിക് റോപ്പിന്റെ അവിടെ വെച്ച് തട്ടിയിടുന്നതായിട്ടും അതേസമയം തന്നെ കാർലിറ്റോ ബാക്ക് സ്റ്റാബർ ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ കാർലിറ്റോയാണ് വിൻ ചെയ്തത്. അതിനുശേഷം ഡ്രൂ മാക്കൻടയറിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ മാക്കൻടയർ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമ്മളെല്ലാം നോക്കിയിരുന്ന സമയത്ത് മാക്കൻടയർ റിങ്ങിൽ വന്നപ്പോൾ ഫാൻസ് എല്ലാം CM പങ്കിന്റെ പേര് പറഞ്ഞ് ചാൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. CM പങ്കിന്റെ പേര് ഡ്രൂ മാക്കൻടയറും ഏകദേശം 2 പ്രാവശ്യത്തോളം പറഞ്ഞുകൊണ്ട് തനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലെല്ലാം കാണിച്ച് അവസാനം പറഞ്ഞത് താൻ ഈ ഒരു കമ്പനി വിട്ട് പോകുന്നു എന്നാണ്. അതായത് I quit എന്നൊക്കെ പറഞ്ഞുകൊണ്ട് WWE വിട്ട് താൻ പോകുന്നു എന്നാണ് ഡ്രൂ മാക്കൻടയർ ഈ ഒരു സെഗ്മെന്റിൽ പറഞ്ഞത്. അപ്പോൾ ഇതും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ്. പിന്നീട് റോ GM ആഡം പിയേഴ്സ് വന്നുകൊണ്ട് മാക്കൻടയറുമായി സംസാരിക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അതുപോലെ ബാക്ക് സ്റ്റേജിൽ ട്രിപ്പിൾ എച്ച് സംസാരിക്കാൻ നോക്കുമ്പോൾ ട്രിപ്പിൾ എച്ചിൻ്റെ അടുത്തും ദേഷ്യപ്പെട്ട് പോകുന്നതായിട്ടും ശേഷം ആഡം പിയേഴ്സ് പിന്തുടരുമ്പോൾ ഇതെല്ലാം ട്രിപ്പിൾ എച്ചിൻ്റെ തെറ്റാണ്, ഈ ഒരു ടൈപ്പിലെല്ലാം മാക്കൻടയർ പറഞ്ഞുകൊണ്ട് WWE വിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി പറ്റാണെങ്കിൽ ഇന്ന് വീഡിയോ ചെയ്യാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്, ശരിക്കും മാക്കൻടയർ പോയോ എന്നൊക്കെ. പിന്നീട് കെയ്റ്റൻ കാർട്ടർ കറ്റാന ചാൻസ് വേഴ്സസ് കൈലി സെയിൻ ആൻഡ് ഡെക്കോ ടെക്കായ് ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ മാച്ച് വളരെയധികം മുന്നോട്ടൊന്നും പോയില്ല. മാച്ചിന്റെ അവസാനത്തിൽ ഡെക്കോ ടെക്കായിനെ അവരുടെ കോംബോ ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ കെയ്റ്റൻ കാർട്ടർ ആൻഡ് കറ്റാന ചാൻസ് ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് സാമി സെയിൻ പറഞ്ഞ പോലെ ഷെയ്മസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് നടത്തി. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചാണ്. ഷെയ്മസും ബ്രോൺ ബ്രേക്കറും അടിപൊളിയായിട്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ഷെയ്മസ് വിൻ ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ ലൂഡ്വിഗ് കൈസർ അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം ലൂഡ്വിഗ് കൈസർ ഷെയ്മസിൻ്റെ കാലെല്ലാം വലിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം ഷെയ്മസ് ആ ഒരു മാച്ചിൽ വിൻ ചെയ്തു. പിന്നീട് ലൂഡ്വിഗ് കൈസറിനെ ഷെയ്മസ് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ബ്രോൺ ബ്രേക്കർ ഷെയ്മസിനെ സ്പിയർ ചെയ്തു റിങ്ങിന് പുറത്ത് വെച്ച്. അവസാനം ലൂഡ്വിഗ് കൈസർ സേവിയർ റൂട്ട്സ് ജിയോവാനി വിഞ്ചി ഇവരെയെല്ലാം ചെയ്തതുപോലെ സ്റ്റെപ്പിൻ്റെ മുകളിലിട്ട് ഷെയ്മസിനെ ചവിട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. എന്നാൽ ആ സമയം ലൂഡ്വിഗ് കൈസർ ഓടി വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ബ്രോൺ ബ്രേക്കർ ലൂഡ്വിഗ് കൈസറിനെ സ്പിയർ ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ച് സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതിന്റെ കാരണം ലൂഡ്വിഗ് കൈസർ കാരണമാണ് ബ്രോൺ ബ്രേക്കർ ഈ മാച്ചിൽ തോറ്റുപോയത്, അതുകൊണ്ടാണ്. പിന്നെ ഈ മാച്ച് കാണാൻ IC ചാമ്പ്യൻ സാമി സെയിനും വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് മെൻസ് മണി ഇൻ ദി ബാങ്ക് ക്വാളിഫൈ ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ്. റേ മിസ്റ്റീരിയോ, ഫിൻ ബാലർ, ജെയ് യൂസോ ഇവർക്കാണ് ഈ ട്രിപ്പിൾ ത്രെഡ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റോ എപ്പിസോഡിലെ വേറെ ലെവൽ മാച്ചായിട്ടാണ് തോന്നിയത്. 3 പേരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഇതിൽ പ്രത്യേകിച്ച് റേ മിസ്റ്റീരിയോ ഇത്രയ്ക്കും വയസ്സായിട്ടും പെർഫോമൻസിൽ യാതൊരു കുറവും വന്നിട്ടില്ല. അതുപോലെയാണ് മാച്ചെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് റേ മിസ്റ്റീരിയോ, ജെയ് യൂസോ, ഫിൻ ബാലർ ഇവരെ ഡബിൾ 619 ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ, JD മെക്ഡാനിക് ടീമെല്ലാം വന്നുകൊണ്ട് റേ മിസ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ബ്രോൺ സ്ട്രോമൻ അവിടെ വരുമ്പോൾ ജഡ്ജ്മെന്റ് ഡേ ടീം അവിടെ നിന്നും ഓടിപ്പോകും. അതിനുശേഷം ഫിൻ ബാലർ ഒരു അവസരം കിട്ടുമ്പോൾ റേ മിസ്റ്റീരിയോനെ ഫിനിഷർ ചെയ്ത്
പിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് തന്നെ ജെയ്യൂസോ മുകളിൽ നിന്നും ഫിൻ ബലറിന്റെ മേലേക്ക് ഫ്രോഗ് സ്ലാഷ് എല്ലാം ചെയ്ത് ഫിൻ ബലറിനെ പിൻ ചെയ്ത് ജെയ്യൂസോയാണ് ഈ മാച്ചിൽ വിൻ ചെയ്ത് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ജെയ്യൂസോ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഫിൻഡ് ബ്രേ വൈറ്റ് എങ്ങനെയാണോ വരിക അതുപോലെ ലൈറ്റ് എല്ലാം ഓഫ് ആകുന്നതായിട്ടും അങ്ങനെ തന്നെ ബ്രേ വൈറ്റിന്റെ വിളക്കെല്ലാം എൻട്രൻസിന്റെ അവിടെ വരുന്നതായിട്ടും അത് കൊണ്ടുവന്നത് മറ്റാരുമല്ല നിക്കി ക്രോസ് ആയിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് വൈറ്റ് സിക്സിന്റെ ഡെബ്യൂട്ടാണ്. അതായത് ക്യാമറമാനോട് ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ പറയുമ്പോൾ അവിടെ ഡെക്സ്റ്റർ ലൂമിൻസ്, ജോ ഗ്രേസി, ബോ ഡാലസ്, എറിക് റോവൻ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ബാക്ക് സ്റ്റേജ് മുഴുവനായിട്ടും നശിപ്പിച്ചു വെച്ചതുപോലെയാണ് കാണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ചാറ്റ് കേബിളിനെ ഇവർ അറ്റാക്ക് ചെയ്ത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അങ്കിൾ ഹൗഡിയായ ബോ ഡാലസ് ഇവരെല്ലാവരും വന്ന് എൻട്രൻസിൻ്റെ അവിടെ നിന്നുകൊണ്ട് ബ്രൈ വൈറ്റിൻ്റെ സ്റ്റൈലിൽ തന്നെ റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ചിരുന്നു. അപ്പോൾ ഇത് വേറെ ലെവലായിട്ടുണ്ട്. ഇത്രയും നാൾ QR കോഡെല്ലാം കാണിച്ച് അവസാനം ഇന്നത്തെ റോ എപ്പിസോഡിൽ വന്നേക്കാണ് അങ്കിൾ ഹൗഡി അല്ലെങ്കിൽ വൈറ്റ് സിക്സ്. ബ്രൈ വൈറ്റിൻ്റെ ആ ഒരു ഡ്രീമെല്ലാം ഇവരിലൂടെ നമ്മൾക്ക് ഇനി കാണാൻ സാധിക്കും. പിന്നെ ഈ സെഗ്മെൻറ്റ് കണ്ട സമയത്ത് ബ്രൈ വൈറ്റ് ഇല്ല എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെയാണ് ഈ സെഗ്മെൻറ്റ് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ സെഗ്മെൻറ്റ് മൊത്തത്തിലും ബ്രൈ വൈറ്റിന് ഒരു ട്രിബ്യൂട്ട് തന്നെയാണ്. ഈ സെഗ്മെൻറ്റിനെ പറ്റിയും ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മൊത്തത്തിൽ വേറെ ലെവൽ റോ എപ്പിസോഡായിരുന്നു ഇന്ന്.